ആരാണ് ജ്ഞാനി? യഹോവയല്ലോ ജ്ഞാനം നൽകുന്നത്. സദൃശവാക്യം 2:6. ദൈവഹിതം മനസ്സിലാക്കി അതിനനുസരിച്ച് കാര്യങ്ങളെയും സ്വന്തം ജീവിതത്തെയും ക്രമീകരിക്കുവാൻ അറിയുന്നവനാണ് ജ്ഞാനി. അവൻ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് വിവേകപരമായ തീരുമാനം എടുക്കുന്നു. 1 രാജാക്കന്മാർ 3-ാം അധ്യായം 16 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ വലിയ ഒരു കാര്യം ജ്ഞാനിയായ ശലോമോൻ വിവേകത്തോടെ കൈകാര്യം ചെയ്യുന്നതായി കാണാം. ശലോമോന്റെ അടുക്കൽ 2 വേശ്യാസ്ത്രീകൾ വന്ന് തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന കുഞ്ഞിന്റെ മാതൃത്വം അവകാശപ്പെട്ട് അതിനെ സ്വന്തമാക്കുവാൻ ശ്രമിച്ചപ്പോൾ തന്റെ ജ്ഞാനത്താൽ യഥാർത്ഥ മാതാവ് ആരെന്ന് മനസ്സിലാക്കുകയും അവളുടെ കയ്യിൽ കുഞ്ഞിനെ ഏൽപ്പിക്കുകയും കുഞ്ഞിനെ പിളർക്കുന്നതിന് അനുകൂലമായി പ്രതികരിച്ച സ്ത്രീയിൽ നിന്നും കുഞ്ഞിനെ രക്ഷിക്കുകയും ചെയ്തു. ഭക്തനും ജ്ഞാനിയുമായിരുന്ന അപ്പോസ്തലനായ പൗലോസ് ചോദിക്കുന്ന ഒരു കാര്യം 1 കൊരിന്ത്യർ 6:5 നാം കാണുന്നത് ഇപ്രകാരമാണ്: ഇങ്ങനെ സഹോദരന്മാരുടെ മധ്യേ കാര്യം തീർപ്പാൻ പ്രാപ്തിയുള്ള ഒരു ജ്ഞാനിയും നിങ്ങളുടെ ഇടയിൽ ഇല്ലയോ എന്ന്. ഭക്തനായ ഇയ്യോബ് ജ്ഞാനിയായിരുന്നു. ദൈവമക്കൾ ജ്ഞാനികളായി നടക്കണമെന്ന് അഥവാ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. യഹോവഭക്തി നമ്മെ ജ്ഞാനികളാക്കി തീർക്കും.